പത്തനംതിട്ട കോന്നി പയ്യനാമൺ ചെങ്കളത്ത് പാറമടയിൽ ഇപ്പോൾ രക്ഷാദൗത്യം നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7:30 കൂടി രക്ഷാദൗത്യം പുനരാരംഭിച്ചിരുന്നു. NDRF ടീം അംഗങ്ങളും ഒപ്പം തന്നെ ഫയർഫോഴ്സ് ടീം അംഗങ്ങളും ഈ എക്സ്കലേറ്റർ കിടക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി ആ എക്സ്കലേറ്ററിന് മുകളിൽ കിടന്നിരുന്ന ഭീമൻ പാറക്കല്ലുകളെല്ലാം മാറ്റിയിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് കൂടുതൽ പാറകൾ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചില്ല. അത് മാനുവലായി മാറ്റാൻ കഴിയില്ല എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ NDRF ടീം അംഗങ്ങളും പറഞ്ഞത്. അതിനുശേഷം അവർ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞത് ആലപ്പുഴയിൽ നിന്നും കൂടുതൽ ഭാരം മാറ്റാൻ കഴിവുള്ള വലിയ ക്രെയിൻ എത്തിക്കും. ആ ക്രെയിൻ ഇവിടേക്ക് എത്തിച്ച ശേഷമായിരിക്കും ഇനി രക്ഷാപ്രവർത്തനം തുടരുക എന്നാണ്. ഏതായാലും ഇപ്പോൾ ഈ അപകടം സംഭവിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. വൈകിട്ട് വരെ നടത്തിയ തിരച്ചിലിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ഹിറ്റാച്ചിയുടെ എക്സ്കലേറ്ററിൻ്റെ ഓപ്പറേറ്റർ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകളായി ആ ഭാഗത്തേക്ക് ആർക്കും ചെല്ലാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ കൂറ്റൻ ക്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തിച്ച് മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കൂ. ഏതായാലും കളക്ടറും അറിയിച്ചിരിക്കുന്നത് ആ ഉപകരണം എത്തിച്ചെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ എന്നാണ്. ഇപ്പോൾ മുൻ MLA ജോസഫും പുതുശ്ശേരി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു സാർ. പിന്നീട് അത് ഇപ്പോൾ നിന്ന ഒരവസ്ഥയാണ്. ഇനി വലിയ ഉപകരണം എത്തിച്ചെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ എന്നാണ് അധികാരികൾ പറയുന്നത്. ആളുകൾ വലിയ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. നേരത്തെ തന്നെ ഇത് നിർത്തിവെക്കണമെന്നുള്ള ഒരു ഡിമാൻഡ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് എന്തായാലും ശാസ്ത്രീയമായ പഠനങ്ങളും അതനുസരിച്ചുള്ള സുരക്ഷാ നടപടികളും ഇല്ലാതെ ഇത്തരം സംരംഭങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ അപകട സാഹചര്യവും നമ്മുടെ മുമ്പിൽ വെളിവാക്കുന്നത് അതാണ്. അപ്പോൾ അക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു അപകടം ഉണ്ടാകുന്നു, അപകടം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ അനന്തര നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും അതിനുള്ള ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പൊട്ടിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉള്ള അനുമതി ഉണ്ടാവൂ. ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത് ഈ ക്വാറിക്ക് അനുമതിയുണ്ട്, പക്ഷേ അളവിൽ കൂടുതൽ പാറ ഇവിടെ നിന്ന് പൊട്ടിച്ച് കടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നേരത്തെ പരിശോധിച്ചു. അത് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. ഇനി അന്വേഷിക്കും എന്നാണ് കളക്ടർ പറയുന്നത്. അതാണ് ഏറ്റവും പ്രശ്നം. ഒരു പ്രാഥമികമായി ലഭിക്കുന്ന ഒരു അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കുകയാണ്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഒരു ശാസ്ത്രീയമായ പഠനം വേണം ഇതിനകത്ത്. എന്തുമാത്രം പൊട്ടിക്കാമെന്നുള്ളതിനെ കണക്കിലെടുത്തിട്ട് വേണം അനുമതി കൊടുക്കാൻ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഈ അടുത്ത സമയത്ത് നാട്ടുകാരും ബഹുമാനപ്പെട്ട കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പാറ പൊട്ടിക്കുക നിർത്തിവെക്കണം, ഇത് അപകട വിഷയമില്ലാന്ന് പറഞ്ഞ് അടുത്ത സമയങ്ങളിൽ ഈ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അടുത്ത സമയങ്ങളിൽ ഇതിന്റെ കാലാവധി കഴിഞ്ഞെന്നും കൊടുക്കണമെന്നും പറഞ്ഞ് ഇവിടുത്തെ വിവരങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത് സ്വാധീനമുള്ള ആളുകളാണ് ഇത്തരം ലൈസൻസും ഒക്കെ നേടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എന്തും ഏത് തരത്തിലും മുന്നോട്ട് പോകാനുള്ള ലൈസൻസ് അവർക്ക് ലഭിച്ചു എന്നുള്ള നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. അതിൽ കർശനമായ നിയന്ത്രണം ഉണ്ടാവണമെന്നുള്ളതാണ് വേണ്ടത്. ആ നിയന്ത്രണങ്ങളിലേക്ക് കടക്കാൻ ബന്ധപ്പെട്ട ആരും തയ്യാറാവുന്നില്ല. 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഒരു തൊഴിലാളിയുടെ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോഴും ആ എക്സ്കലേറ്ററിനുള്ളിൽ ഒരു തൊഴിലാളിയുടെ ഒരു തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ അതിനുള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ ഇതുവരെ രക്ഷാദൗത്യ അംഗങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ആ ക്രെയിൻ എത്തുന്നത് വരെയുള്ളൊരു കാത്തിരിപ്പാണ്. അത്രയും സമയം ഇവിടെ രക്ഷാദൗത്യം മുടങ്ങിയിരിക്കുന്നു. ഇനി ക്രെയിൻ എത്തിച്ചതിന് ശേഷം മാത്രമേ രക്ഷാദൗത്യം പുനരാരംഭിക്കൂ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.